bell too. +1 സയൻസ് വിദ്യാർത്ഥികളെ ബോട്ടണി ക്ലാസ്സിലേക്ക് ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തിസിൽ ഫണൽ എക്സ്പെരിമെൻറ്റ്സ് ഓസ്മോസിസ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന, പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന തിസിൽ ഫണൽ എക്സ്പെരിമെൻറ്റിനെ കുറിച്ചും അത് കഴിഞ്ഞാൽ പ്ലാസ്മോളിസിസ് എന്ന കോൺസെപ്റ്റിനെ കുറിച്ചുമൊക്കെ പഠിച്ചു കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ തന്നെ നിങ്ങൾ ചെയ്തു കാണും എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഇംബൈബിഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കോൺസെപ്റ്റുമാണ്. ഇത് വളരെ ലളിതമായി പഠിക്കാൻ പറ്റുന്ന മറ്റൊരു ഭാഗമാണ്. എന്താണ് ഇംബൈബിഷൻ? അതുകൊണ്ട് പ്ലാന്റ്സിനുള്ള ഗുണം എന്താണ്? തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമുക്ക് ഇന്നിവിടെ ചർച്ച ചെയ്യാൻ. So let us start. What is imbibition? It is a special type of diffusion when water is absorbed by solid colloids and causing them to enormously increase in volume. The solids, colloids, especially colloids, when absorb water, increase their volume. അപ്പോൾ ഇംബൈബിഷന് ഏറ്റവും നല്ല ഉദാഹരണങ്ങൾ നമുക്ക് ദൈനംദിന ജീവിതത്തിൽ കാണാൻ പറ്റും. So the classical examples for imbibition is absorption of water by seeds and dry woods. ഉണക്ക വിത്തുകളും ഡ്രൈ വുഡും ജലം ആഗിരണം ചെയ്യുന്നത് ഈ പ്രക്രിയയ്ക്ക് ഏറ്റവും നല്ല ഉദാഹരണമാണ്. വേറൊരു ഉദാഹരണം, നമ്മുടെ വീടുകളിലൊക്കെ മഴക്കാലമാകുമ്പോൾ കതക് നല്ലതുപോലെ അടയ്ക്കാൻ പ്രയാസമാണ്. എന്താ കാര്യം? ആ കതക് ഡോറ് ഡ്രൈവുഡാണ്. ദാറ്റ് മേ അബ്സോർബ് വാട്ടർ. അപ്പോൾ അത് വീർക്കും, അപ്പോൾ അടയ്ക്കാൻ പ്രയാസമാണ്. അതൊക്കെ എന്താണ് ഇംബൈബിഷന് നല്ലൊരു എക്സാമ്പിളാണ്. ഇനി ചരിത്രാതീത കാലം മുതൽ ഈ പ്രക്രിയ മനുഷ്യൻ ഉപയോഗിക്കുന്നുണ്ട്. The pressure that is produced by the swelling of wood had been used by prehistoric man. അവരെന്തിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്? To split rocks and boulders. പാറകളും മറ്റുമൊക്കെ പൊട്ടിക്കാൻ വേണ്ടിയാണ് ഈ പ്രക്രിയ അവർ ഉപയോഗിച്ചിട്ടുള്ളത്. എന്താ കാര്യം? ഇവിടെ എങ്ങനെയാ പാറ പൊട്ടുന്നത്? It is due to the pressure caused by imbibition. ഇനി മറ്റൊരു കാര്യം, നമ്മുടെ വിത്ത് മുളയ്ക്കുന്നില്ലേ? അതൊന്ന് ആലോചിച്ച് നോക്കൂ. It is due to the pressure caused by imbibition. Seedlings are able to emerge out of soil into the open. അതും ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. ഇനി imbibition is also diffusion. ഇംബൈബിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഓൾസോ ഡിഫ്യൂഷൻ. സിൻസ് വാട്ടർ മൂവ്മെന്റ് ഈസ് അലോങ് എ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻസ്. സോ ഇംബൈബിഷൻ ഈസ് ഓൾസോ ഡിഫ്യൂഷൻ സിൻസ് വാട്ടർ മൂവ്മെന്റ് ഈസ് അലോങ് എ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻസ്. So remember, seeds and other such materials have almost no water, hence they absorb water easily. No water എന്ന് പറയാൻ പറ്റൂല, എന്നാലും സീഡ്സും അതുപോലുള്ള മറ്റു മെറ്റീരിയൽസും ഹാവ് ഓൾമോസ്റ്റ് നോ വാട്ടർ, തീരെയില്ല. സോ ദേ ക്യാൻ അബ്സോർബ് വാട്ടർ ഈസിലി.
ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, വാട്ടർ പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് ബിറ്റ്വീൻ ദി അബ്സോർബൻസ്. എന്തൊക്കെയാണ്? വാട്ടർ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻസ് ബിറ്റ്വീൻ ദി അബ്സോർബൻസ് ആൻഡ് ദ ലിക്വിഡ് ഇംബൈബ്ഡ് ഈസ് എസെൻഷ്യൽ ഫോർ ഇംബൈബിഷൻ. So, water potential gradients between the absorbance and the liquid imbibes is essential for imbibition. അതും നമ്മൾ ഒന്ന് ഓർത്തിരിക്കുക. ഈ ഇംബൈബിഷൻ എന്ന് പറയുന്ന പ്രക്രിയയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ ഡിഗ്രി തലത്തിലൊക്കെ ബോട്ടണി മെയിൻ എടുത്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ വെച്ച് പഠിക്കാൻ പറ്റും. കേവലം ഒരു നിസ്സാരമായ പ്രക്രിയയല്ല ഇംബൈബിഷൻ. വളരെ സങ്കീർണമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. അതിൻ്റെ വിശദാംശങ്ങൾ നിങ്ങൾ ഉയർന്ന ക്ലാസ്സുകൾ പഠിക്കാൻ പറ്റും. തൽക്കാലം ഇവിടെ ഇത്രയെങ്കിലും ഓർത്തിരിക്കുക. ദെൻ ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ട് ഓഫ് വാട്ടർ. ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ട് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ചെറിയ കുറ്റിച്ചെടി, അതിന് ചെറിയ ദൂരം ഇതൊന്ന് വാട്ടർ സഞ്ചരിച്ചാൽ മതി. നേരെ മറിച്ച് ഒരു യുക്കാലിപ്റ്റസ് മരം, യൂക്കാലി മരം, അല്ലെങ്കിൽ ദ ടോളസ്റ്റ് ട്രീ സെക്വയ ഡെൻഡ്രൻ ജൈജാൻഷ്യ, അല്ലെങ്കിൽ റെഡ് വുഡ് ട്രീ, അല്ലെങ്കിൽ ഒരു മാവ്, അല്ലെങ്കിൽ ഒരു പ്ലാവ്, അല്ലെങ്കിൽ ഒരു തെങ്ങ്, അല്ലെങ്കിൽ ഒരു മുള, അങ്ങനെയുള്ള വലിയ വൃക്ഷങ്ങളെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കൂ. ജലം എന്തുമാത്രം ദൂരം സഞ്ചരിക്കണം? ജലം ആഗിരണം ചെയ്യുന്ന റൂട്ട്സ് ആണ്. ഹയർ പ്ലാന്റ്സിൽ വാട്ടർ ഈസ് അബ്സോർബ്ഡ് ബൈ ദ റൂട്ട്സ്. അത് വേരുകളാണ് ജലം ആഗിരണം ചെയ്യുന്നത്. ആ ആഗിരണം ചെയ്യപ്പെടുന്ന ജലം ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട്, സ്റ്റെമ്മിന്റെ ടിപ്പ് വരെ സഞ്ചരിക്കേണ്ടതുണ്ട്. സോ ഇൻ വാസ്കുലാർ പ്ലാന്റ്സ്, നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്, ഇൻ വാസ്കുലാർ പ്ലാന്റ്സ് വാട്ടർ ഈസ് മൂവ്ഡ് ത്രൂ ദ സൈലം. വാട്ടർ മൂവ്സ് ത്രൂ ദ സൈലം. മസ്കുലാർ ടിഷ്യൂ, സൈലം ആൻഡ് ഫ്ലോയം. അതിൽ പ്രധാനമായിട്ടും വാട്ടർ മൂവ്മെന്റ്സ്, മിനറൽ ന്യൂട്രിയൻസിന്റെ മൂവ്മെന്റ്സ് നടക്കുന്നത് ഏത് വഴിയാണ്? ത്രൂ സൈലം. അപ്പോ ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കൂ. തിങ്ക് അബൌട്ട് ദ ലോങ് ഡിസ്റ്റൻസ് വാട്ടർ ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സ്. അപ്പോ ഈ ഇത്രയും ഉയർന്ന തലത്തിലേക്ക് വാട്ടർ മൂവ് ചെയ്യണമെങ്കിൽ, ഉയർന്ന തലത്തിലേക്ക് വാട്ടർ മൂവ് ചെയ്യണമെങ്കിൽ എന്താണ്? long distance transport of substance within a plant cannot be done by diffusion alone. അപ്പോൾ ഇത്രയും ദൂരം സഞ്ചരിക്കണമെങ്കിൽ സിമ്പിൾ ഡിഫ്യൂഷൻ വഴി സാധ്യമല്ല. ചെറിയ ദൂരമൊക്കെ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, ഡിഫ്യൂഷൻ വഴി വാട്ടർ മൂവ് ചെയ്തോളും. പക്ഷേ ഇത്രയും വളരെ വലിയ ദൂരം ജലം സഞ്ചരിക്കണമെങ്കിൽ കേവലം ഡിഫ്യൂഷൻ എന്ന് പറയുന്ന പ്രക്രിയ വഴി, അന്തർവ്യാപനം എന്ന് പറയുന്ന പ്രക്രിയ വഴി സാധ്യമല്ല. ആൻഡ് മോറോവർ വി ക്യാൻ സീ ഡിഫ്യൂഷൻ ഈസ് എ സ്ലോ പ്രോസസ്. അന്തർവ്യാപനം എന്ന് പറയുന്നത് ഒരു സ്ലോ പ്രോസസ്സാണ്. ആൻഡ് ഇറ്റ് ഹെൽപ്സ് ഓൺലി ഷോർട്ട് ഡിസ്റ്റൻസ് മൂവ്മെന്റ്സ്. ചെറിയ ദൂരം വാട്ടർ മൂവ് ചെയ്യാൻ മാത്രമേ ഈ പ്രക്രിയ സഹായിക്കുന്നുള്ളൂ. ചെറിയ ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോ ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ട് ഓഫ് വാട്ടർ. ഇനി സബ്സ്റ്റൻസസ് ഹാവ് ടു ബി ട്രാൻസ്പോർട്ടഡ് ആൻഡ് മൂവ്ഡ് അക്രോസ് വെരി ലാർജ് ഡിസ്റ്റൻസ് ഇൻ ലാർജ് ആൻഡ് കോംപ്ലക്സ് ഓർഗാനിസംസ്. ഞാൻ നേരത്തെ പറഞ്ഞു, വലിയ ചെടികളില്, വൃക്ഷങ്ങളില്, മരങ്ങളില്, അതായത് കോംപ്ലക്സ് ഓർഗാനിസംസ്. നമ്മളിവിടെ പ്ലാന്റ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. അപ്പൊ അവിടെ ലോങ് ഡിസ്റ്റൻസ്, വളരെ ദൂരം വാട്ടർ പോകേണ്ടി വരുന്നു, സഞ്ചരിക്കേണ്ടി വരുന്നു, ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടി വരുന്നു. സംടൈംസ് the sites of production or absorption and sites of storage are too far from each other. മനസ്സിലായോ? എന്താണ്? സംടൈംസ് ദ സൈറ്റ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപാദനം നടക്കുന്ന സ്ഥലം, സൈറ്റ്സ് ഓഫ് അബ്സോർപ്ഷൻ, ആഗിരണം നടക്കുന്ന സ്ഥലം,
സൈറ്റ്സ് ഓഫ് സ്റ്റോറേജ്, സംഭരണ കേന്ദ്രങ്ങൾ, സംഭരണ കലകൾ ആർ ടു ഫാർ ഫ്രം ഈച്ച് അതർ. ഇതെല്ലാം വളരെ അകലെയായിരിക്കും. ഒരു വലിയ വൃക്ഷത്തിന്റെ കാര്യത്തിന് എടുത്താൽ മതി. ഒരു വലിയ പുളിമരം, അല്ലെ ഒരു വലിയ മുള ആഗിരണം ചെയ്യുന്ന, വാട്ടർ ആഗിരണം ചെയ്യുന്ന ആരാണ്? റൂട്ട്സ് ആണ്. ആ മുളയുടെ ടിപ്പ് വരെ, സ്റ്റെമ്മിന്റെ ടിപ്പ് വരെ ജലം പോകണം. സ്റ്റോറേജ് റീജിയൻസ് വേറെയാണ്. അപ്പോൾ ഇത്രയും ലോങ് ഡിസ്റ്റൻസിൽ വാട്ടർ മൂവ് ചെയ്യണമെങ്കിൽ മറ്റു ചില പ്രക്രിയകൾ കൂടി ആവശ്യമാണ്. സോ diffusion or active transport would not enough to do this process. അപ്പൊ ഇത്രയും ദൂരം ജലം സഞ്ചരിക്കണമെങ്കിൽ കേവലം ഡിഫ്യൂഷൻ വഴിയോ അല്ലെങ്കിൽ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് വഴിയോ മതിയാവില്ല, നടക്കില്ല. അപ്പൊ എന്താ അവിടെ മനസ്സിലാക്കേണ്ടത്? വളരെ ദൂരം കൂടുതലാണെങ്കിൽ, ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ട് നടക്കണമെങ്കിൽ സ്പെഷ്യൽ long distance transport systems are necessary. എന്താ വേണ്ടത്? വലിയ മരങ്ങളില്, വലിയ ചെടികളില്, വലിയ വൃക്ഷങ്ങളില് ഒരുപാട് ദൂരം ജലം പോകേണ്ടതുണ്ട്, സഞ്ചരിക്കേണ്ടതുണ്ട്, ജലം ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അവിടെ എന്താ ആവശ്യമുള്ളത്? ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ട് സിസ്റ്റംസ് ആർ നെസസറി ടു മൂവ് സബ്സ്റ്റൻസസ് അക്രോസ് ലോങ് ഡിസ്റ്റൻസസ് and at a much faster rate. എന്ന് പറഞ്ഞാൽ എന്തുവാ? ഒരു മാസം കൊണ്ട് ജലം എത്തിയാൽ മതിയോ? പോരാ. ഒരാഴ്ച കൊണ്ട് എത്തിയാൽ മതിയോ? വളരെ പെട്ടെന്ന് ജലം എത്തണം. ജലം എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും അവശ്യ ഘടകമാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രക്രിയകളിൽ ഒന്നാണ് ഫോട്ടോസിന്തസിസ്, പ്രകാശ സംശ്ലേഷണം. പ്രകാശ സംശ്ലേഷണം നടക്കണമെങ്കിൽ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട റോ മെറ്റീരിയലാണ് വാട്ടർ. അസംസ്കൃത വസ്തുവാണ് ജലം. അത്യാവശ്യമാണ്, ഉണ്ടെങ്കിലേ പറ്റൂ. മാത്രമോ മിനറൽസ്, ധാതുക്കൾ, അതും വളരെ അത്യാവശ്യം എന്താണ്? വേണ്ടതാണ്. അപ്പോൾ എന്താണ്? സ്പെഷ്യൽ ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ട് സിസ്റ്റംസ് ആർ നെസസറി, അത്യാവശ്യമാണ്. വാട്ടർ ആൻഡ് മിനറൽസ് ആൻഡ് ഫുഡ്സ്. എന്തൊക്കെയാണ്? വാട്ടർ, ജലം, മിനറൽസ്, ധാതുക്കൾ, and food, ആഹാരം, etc. are generally moved by a mass or bulk flow system. ആ ഒരു ടേം ഒന്ന് ഓർത്തിരിക്കണം. എന്തൊക്കെയാണ്? വാട്ടർ, മിനറൽസ് ആൻഡ് ഫുഡ് are generally moved by a mass or bulk flow system. Bulk flow system. Then what is mass flow? എന്താണ് mass flow എന്ന് പറഞ്ഞാൽ? Mass flow is the movement of substances in bulk. എന്താണ്? Mass flow is the movement of substances in bulk or en masse. എന്താണ്? or en masse from one point to another as a result of pressure differences. എന്തുകൊണ്ടാ? as a result of pressure differences between the 2 points. എന്തിന്റെ വ്യത്യാസം? pressure differences between the 2 points. It is a characteristic of mass flow that substances, whether solution or in suspension, are swept along at the same pace as in a flowing river. നദികളിലെ ഒഴുക്ക് കണ്ടില്ലേ? അതുപോലെ എന്താണ്? it is a characteristic of mass flow that substances, whether solution or in suspension, are swept along at the same pace as in a flowing river. കുത്തിയൊലിച്ച് ഇങ്ങനെ പോകുന്നുണ്ടല്ലേ? അതുപോലെ എന്താണ്? ഈ സബ്സ്റ്റൻസസ് എന്ത് ചെയ്യണം? വളരെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യണം. ദിസ് ഈസ് അൺലൈക്ക് ഡിഫ്യൂഷൻ. ഇത് ഏതുപോലല്ല? ദിസ് ഈസ് അൺലൈക്ക് ഡിഫ്യൂഷൻ വെയർ ഡിഫറെന്റ് സബ്സ്റ്റൻസസ് മൂവ് ഇൻഡിപെൻഡന്റ്ലി ഡിപ്പെൻഡിങ് ഓൺ ദെയർ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻസ്.
ദിസ് ഈസ് അൺലൈക്ക് ഏത് പ്രക്രിയ? ഡിഫ്യൂഷൻ. അവിടെ എന്താ? വെയർ എന്ത് സംഭവിക്കുന്നു? ഡിഫറെന്റ് സബ്സ്റ്റൻസസ് മൂവ്, വ്യത്യസ്തങ്ങളായ സബ്സ്റ്റൻസുകൾ മൂവ് ചെയ്യുന്നു. എങ്ങനെ? ഇൻഡിപെൻഡന്റ്ലി, സ്വതന്ത്രമായി. എന്തിനെ ആശ്രയിച്ച്? ഡിപ്പെൻഡിങ് ഓൺ ദെയർ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻസ്. ഓക്കെ, ദെൻ ബൾക്ക് ഫ്ലോ can be achieved എങ്ങനെ? either through a positive hydrostatic pressure gradient. എന്താണ്? ബൾക്ക് ഫ്ലോ can be achieved എങ്ങനെ? either through a positive hydrostatic pressure gradient, for example a garden hose, or a negative hydrostatic pressure gradients, or a negative hydrostatic pressure gradient, for example suction through a straw. ഈ പോസിറ്റീവ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ, നെഗറ്റീവ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഗ്രേഡിയന്റ്, ഈ വാക്കുകൾ കേട്ട് നിങ്ങൾ ഭയപ്പെടുകയൊന്നും വേണ്ട. തൽക്കാലം ഈ വാക്കുകൾ ഒന്ന് പരിചയപ്പെട്ടിരിക്കുക. അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഉയർന്ന ക്ലാസ്സുകളിൽ പഠിച്ചാൽ മതി. അപ്പോ or a negative hydrostatic pressure gradient, for example suction through a straw. ഇനി എന്താണ് ട്രാൻസ്ലൊക്കേഷൻ എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഭയപ്പെടുകയൊന്നും വേണ്ട. ഇറ്റ്സ് വെരി ഈസി. The bulk movement of substances through the vascular tissues or the conducting tissues of plants is called translocation. എന്ത്? bulk movements of substances through vascular tissues എന്ന് പറഞ്ഞാൽ xylem and phloem of higher plants is called translocation. All of you know that. You have already studied about the complex tissues in your previous classes. നിങ്ങളുടെ മുൻ ക്ലാസ്സുകളിൽ സംവഹന കലകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, കോംപ്ലക്സ് ടിഷ്യൂസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, കണ്ടക്ടിംഗ് ടിഷ്യൂസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. Xylem and phloem are the complex tissues, conducting tissues, vascular tissues. The higher plants have highly developed vascular tissues, xylem and phloem. ഏതൊക്കെ പ്ലാന്റ്സിലാണ് സൈലവും ഫ്ലോയും ഉള്ളതെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടെറിഡോഫൈറ്റ്സ്, ജിംനോസ്പേംസ്, ആൻജിയോസ്പേംസ്. So xylem is associated with translocation of mainly water, minerals, salts, some organic nitrogen, hormones, etc. from root to the aerial parts of plants. ഈ ഒരു കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താണ്? xylem is associated with, xylത്തിന്റെ ജോലി എന്താണ്? is the translocation of, അത് എന്ത് ചെയ്യുന്നു? ട്രാൻസ്പോർട്ടേഷൻ ഓഫ്. എന്തൊക്കെയാ കൊണ്ടുപോണത്? സൈലത്തിലൂടെ എന്തൊക്കെയാ പോണത്? മെയിൻലി വാട്ടർ, പ്രധാനമായിട്ടും ജലം, പിന്നെയോ മിനറൽസ്, ധാതുക്കൾ, പിന്നെയോ സോൾട്ട്സ്, ലവണങ്ങൾ, പിന്നെയോ സം ഓർഗാനിക് നൈട്രജൻ, കുറച്ച് ഓർഗാനിക് നൈട്രജൻ, ഹോർമോൺസ്. എവിടെ നിന്നങ്ങോട്ട്? ഫ്രം റൂട്ട്സ് ടു ദ ഏരിയൽ പാർട്സ് ഓഫ് പ്ലാന്റ്സ്. ഏരിയൽ പാർട്സ് എന്ന് പറഞ്ഞാൽ എന്താ? അപ്പർ പാർട്സ് ഓഫ് പ്ലാന്റ്സ്. മനസ്സിലായോ? ഇനി വാട്ട് അബൌട്ട് ദ റോൾ ഓഫ് ഫ്ലോയം? ഫ്ലോയത്തിന്റെ ജോലി എന്നാ? The phloem translocates a variety of organic and inorganic solutes, mainly from the leaves to the other parts of the plants. അതായത് ഒന്നുമില്ല, ഇലകളിലാണ് പ്രധാനമായിട്ടും ആഹാരം ഉണ്ടാകുന്നത്. ഡ്യൂ ടു ഫോട്ടോസിന്തസിസ്, പ്രകാശ സംശ്ലേഷണം നടക്കുന്ന ഇലകളിലാണ്. ആ ഇലകളിൽ നിന്ന്, ആ ഇലകളിൽ ഉണ്ടാകുന്ന ഈ കോമ്പൗണ്ട്സിനെ എവിടെ? സ്റ്റെമ്മിന്റെ ടിപ്പ് വരെ പോകണം, റൂട്ടിന്റെ ടിപ്പ് വരെ പോകണം. അപ്പോ ഫ്ലോയം ഈസ് ദ ഫുഡ് കണ്ടക്ടിംഗ് ടിഷ്യൂ. ഇല്ലെങ്കിൽ നമുക്ക് പറയാം ദ ഫ്ലോയം ട്രാൻസ്ലോക്കേറ്റ്സ് എ വെറൈറ്റി ഓഫ് ഓർഗാനിക് ആൻഡ് ഇനോർഗാനിക് സൊല്യൂട്ട്സ്
mainly from the leaves to the other parts of plants. അപ്പോൾ xylem and phloem are the complex tissues or vascular tissue. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് തൽക്കാലം ഓർത്തിരിക്കുക. ഇനി കുട്ടികൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അറിയാവുന്ന കാര്യമാണ്, ചെറിയ കുട്ടികൾക്ക് പോലും അറിയാവുന്ന കാര്യമാണ്. ഇനി നമ്മൾ സംസാരിക്കാൻ ചർച്ച ചെയ്യാൻ പോകുന്നു. ഹൗ ഡു പ്ലാന്റ്സ് അബ്സോർബ് വാട്ടർ? ഏത് പ്ലാന്റ്സ്? ഹയർ പ്ലാന്റ്സ്, ആൽഗകളും അതുപോലെ ബ്രയോഫൈറ്റ്സും ഒന്നുമല്ല. പിന്നെയോ, ഹൗ ഡു ഹയർ പ്ലാന്റ്സ് അബ്സോർബ് വാട്ടർ? You know, the responsibility of absorption of water and minerals is more specifically the function of roots, especially root hairs present at the tips of roots. അപ്പോൾ വേരുകളാണ് ഹയർ പ്ലാന്റ്സിൽ ജലം വലിച്ചെടുക്കുന്നത്. ഓക്കെ, വേരുകളിലെ ആര്? റൂട്ടിന്റെ ടിപ്പിൽ, റൂട്ടിന്റെ എൻഡിൽ അങ്ങേയറ്റം കാണപ്പെടുന്ന ഇതൊന്ന് റൂട്ട് ഹെയർസ്. റൂട്ട് ഹെയർസ് എന്ന് പറഞ്ഞാൽ എന്താ? ദീസ് ആർ ദ യൂണിസെല്ലുലാർ ഔട്ട് ഗ്രോത്ത്സ് ഓഫ് റൂട്ട്സ് അറൈസിംഗ് ഫ്രം ദ എപ്പിഡെർമിസ് ഓഫ് റൂട്ട്സ്. റൂട്ടിന്റെ ഉപരിവൃതിയിൽ നിന്ന് ഉണ്ടാകുന്ന യൂണിസെല്ലുലാർ ഔട്ട് ഗ്രോത്ത്സ് ആണ് റൂട്ട് ഹെയർസ്. ശരിക്കും റൂട്ട് ഹെയർസ് ആണ് മണ്ണിൽ നിന്ന് ജലം ആഗിരണം ചെയ്തത്. ഈ റൂട്ട് ഹെയർസ് എന്ന് വെച്ചാൽ ദീസ് റൂട്ട് ഹെയർസ് ആർ തിൻ വാൾഡ്, കട്ടി കുറഞ്ഞ ഭിത്തിയുള്ള കോശങ്ങൾ, ആൻഡ് സ്ലെൻഡർ എക്സ്റ്റൻഷൻസ് ഓഫ് റൂട്ട് എപ്പിഡെർമൽ സെൽസ് that generally increase the surface area for absorption. അപ്പോൾ റൂട്ട് ഹെയർസ് എന്താണ്? യൂണിസെല്ലുലാർ ഔട്ട് ഗ്രോത്ത്സ് ആണ്. തിൻ വാൾഡ് സ്ലെൻഡർ എക്സ്റ്റൻഷൻസ് ഓഫ് റൂട്ട് എപ്പിഡെർമൽ സെൽസ് ആണ്. അപ്പോൾ എന്ത് ഇൻക്രീസ് ചെയ്യുന്നു? സർഫസ് ഏരിയ, ഇൻക്രീസിംഗ് സർഫസ് ഏരിയ ഫോർ അബ്സോർപ്ഷൻ. ഇനി ജലമായി മാത്രമാണോ ആഗിരണം ചെയ്യപ്പെടുന്നത്? അല്ല. വാട്ടർ ഈസ് അബ്സോർബ്ഡ് അലോങ് വിത്ത് മിനറൽ സൊല്യൂട്ട്സ്. ആര് കൂടെ കയറി വരും? മിനറൽ സൊല്യൂട്ട്സും കൂടെ കയറി വരും. ആരുടെ കൂടെ? ജലത്തിന്റെ കൂടെ. ഇവിടെ നിന്ന്, മണ്ണിൽ നിന്ന്. ആരാ ആഗിരണം ചെയ്യുന്നത്? റൂട്ട് ഹെയർസ്. സോ വാട്ടർ ഈസ് അബ്സോർബ്ഡ് വിത്ത് മിനറൽ സൊല്യൂട്ട്സ് ബൈ ദ റൂട്ട് ഹെയർസ് പ്യുവർലി ബൈ ഡിഫ്യൂഷൻ. അത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. പ്യുവർലി ബൈ ഡിഫ്യൂഷൻ. വൺസ് water is absorbed by the root hairs, it can move deeper into root layers by two distinct pathways. ഭയപ്പെടേണ്ട കാര്യമില്ല. അതായത് റൂട്ട് ഹെയർസ് ജലം ആഗിരണം ചെയ്തു കഴിഞ്ഞാൽ റൂട്ടിന്റെ അകത്തേക്ക് ഇറ്റ് ക്യാൻ മൂവ് ഇൻ ടു ദ ഡീപ്പർ ലെയേഴ്സ് ഓഫ് റൂട്ട്സ്. റൂട്ടിന്റെ അകത്തോട്ടുള്ള ലേയേഴ്സിലേക്ക് വാട്ടർ മൂവ് ചെയ്യുന്നത് പ്രധാനമായിട്ടും രണ്ട് പ്രക്രിയകൾ വഴിയാണ്. മനസ്സിലായോ? അപ്പോ റൂട്ട് ഹെയർസ് ജലം ആഗിരണം ചെയ്ത് കഴിഞ്ഞാൽ അവ ആഗിരണം ചെയ്യുന്ന ജലം റൂട്ടിലെ ഇന്നർ ലെയേഴ്സിലേക്ക് മൂവ് ചെയ്യുന്നത് രണ്ട് പ്രധാനപ്പെട്ട പ്രക്രിയകൾ വഴിയാണ്. ഏതൊക്കെയാണ് നോക്കാം. ഒന്ന് അപ്പോപ്ലാസ്റ്റ് പാത്വേ. രണ്ട് സിംപ്ലാസ്റ്റ് പാത്വേ. രണ്ട് വഴികളിലാണ്, രണ്ട് പ്രക്രിയകളിലൂടെയാണ്, രണ്ട് പാത്വേസിൽ, പ്രക്രിയ എന്ന് പറയുന്നത് രണ്ട് പാത്വേസിലൂടെയാണ്. ഒന്ന് അപ്പോപ്ലാസ്റ്റ് പാത്വേ, രണ്ട് സിംപ്ലാസ്റ്റ് പാത്വേ. അപ്പോ ഇത്തരം കാര്യങ്ങൾ, ഹൗ ഹയർ പ്ലാന്റ്സ് അബ്സോർബ് വാട്ടർ, എങ്ങനെയാണ് ഹയർ പ്ലാന്റ്സ് വാട്ടർ അബ്സോർബ് ചെയ്യുന്നത്? റൂട്ട്സ് അബ്സോർബ് ചെയ്യുന്ന വാട്ടർ, റൂട്ട് ഹെയർസ് അബ്സോർബ് ചെയ്യുന്ന വാട്ടർ
റൂട്ടിന്റെ ഇന്നർ ലെയേഴ്സിലേക്ക്, ഡീപ്പർ ലെയേഴ്സിലേക്ക് പോകാൻ സഹായിക്കുന്ന പ്രധാനപ്പെട്ട പാത്വേസ് ഏതൊക്കെയാണ്? അപ്പോപ്ലാസ്റ്റ് പാത്വേ ആൻഡ് സിംപ്ലാസ്റ്റ് പാത്വേ. ഇത്രയും കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓർത്തിരിക്കുക. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ, കൂടുതൽ വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അധ്യാപകരുമായിട്ടത് ചോദിച്ച് മനസ്സിലാക്കുക. വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ് ഇത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്താണ് അപ്പോപ്ലാസ്റ്റ് പാത്വേ, എന്താണ് സിംപ്ലാസ്റ്റ് പാത്വേ തുടങ്ങിയ കാര്യങ്ങൾ അല്പം വിശദമായി ചർച്ച ചെയ്യും. അതുവരെ നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ഒന്ന് ഓർത്തു നോക്കുക, ഒന്ന് എഴുതി പഠിക്കാൻ ശ്രമിച്ചു നോക്കുക. പ്രധാനപ്പെട്ട അതിൻ്റെ സത്ത എന്താണെന്ന്, പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്സ് ഏതൊക്കെയാണ്, അതെന്താണ് എന്ന് ഓർത്തു നോക്കുക. അപ്പോൾ എഴുതി പഠിക്കാൻ ശ്രമിക്കുക, ശ്രദ്ധിക്കുക. ഇനി ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട 1-2 ചെറിയ പ്രവർത്തനങ്ങളാണ് നൽകുന്നത്. 1. ഡിഫൈൻ ഇംബൈബിഷൻ and find out suitable examples for this process from your surroundings. 2. Second one, define translocation and how bulk movement of water takes place in higher plants. ഈ രണ്ടാമത്തെ അസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ പേടിക്കണ്ട, വളരെ ബ്രീഫായിട്ട് ബൾക്ക് മൂവ്മെന്റ് ഓഫ് വാട്ടർ, ഹയർ പ്ലാന്റ്സിൽ ബൾക്ക് മൂവ്മെന്റ് ഓഫ് വാട്ടർ നടക്കുന്നത് എങ്ങനെയാണ് ബ്രീഫായിട്ട് നമ്മൾ 15ാം ക്ലാസ് ലെവലിൽ എങ്ങനെ അറിയണോ, ഏത് തരത്തിൽ അറിയണോ അത് മതി. ആ തരത്തിൽ ഒന്ന് കുറിച്ചിടാൻ ശ്രദ്ധിക്കുക, ശ്രമിക്കുക. ഇതോടുകൂടി ഇന്നത്തെ ഈ ക്ലാസ് അവസാനിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.